എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ എല്ലാവരും കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് പരിപ്പുവട ഉണ്ടാക്കാറ്. ഞാൻ ഏറ്റവും കൂടുതൽ പരിപ്പുവട ഉണ്ടാക്കുന്നത് ചുവന്ന പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഈ പരിപ്പുവടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇത് കുതിർത്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. 200 മില്ലിയുടെ ഒരു സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇവിടെ പരിപ്പ് അളന്നെടുത്തിരിക്കുന്നത്. ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 പേർക്കുള്ള പരിപ്പുവട നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 സെറ്റായിട്ടാണ് ഇവിടെ പരിപ്പ് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ സെറ്റിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ സെറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. പരിപ്പ് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല നാടൻ രീതിയിലുള്ള പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇവിടെ പരിപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സാധാരണയായിട്ട് പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർക്കാറുണ്ട്. കടലമാവ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പരിപ്പുവടയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഷേപ്പും കിട്ടും. 1/2 കപ്പ് കടലമാവാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുവന്ന പരിപ്പ് കൊണ്ട് പരിപ്പുവട ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കുന്ന പരിപ്പുവടയ്ക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ പരിപ്പുവട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പരിപ്പുവട ഇഷ്ടപ്പെടും. പരിപ്പുവടയുടെ മിക്സൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഷേപ്പ് ചെയ്ത് നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ഈ പരിപ്പുവടയുടെ അകം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ഈ പരിപ്പുവടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റായിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. പരിപ്പുവട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.